വിധി പലപ്പോഴും കടന്നു വരുന്നത് കഠിന പ്രയത്നത്തിന്റെ രൂപത്തിലാണ്. ദ്രോണാചാര്യർക്ക് ആ പോരാട്ടം അപമാനത്തോടെയാണ് ആരംഭിച്ചത്. സഹായം പ്രതീക്ഷിച്ച് ദ്രോണർ തന്റെ ബാല്യകാല സുഹൃത്തായ ദ്രുപദനെ സമീപിച്ചു. പക്ഷേ ദ്രോണരെ അദ്ദേഹം പരിഹസിച്ചു. സൗഹൃദം തുല്യർക്കിടയിൽ മാത്രമേ നിലനിൽക്കൂ. ആ ഒരു വാചകം ദ്രോണനെ എന്നേക്കമായി മാറ്റിമറിച്ചു. മുറിവേറ്റ ഹൃദയവുമായി ദ്രോണർ അവിടെ നിന്നിറങ്ങി. അദ്ദേഹം ഹസ്തിനപുരിയിലെത്തി. ആ ദിവസം ഹസ്തിനപുരിയിലെ രാജകുമാരന്മാർ ഒരു കിണറിനടുത്ത് കളിക്കുകയായിരുന്നു. പന്ത് വഴുതി കിണറ്റിലേക്ക് വീണു. ഒരു രാജകുമാരനും അത് വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ദ്രോണർ മുന്നോട്ട് വന്നു. പുല്ലിന്റെ കഷ്ണങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് അതിനെ അദ്ദേഹം ആയുധങ്ങളാക്കി. ഒന്നിനു പിറകെ ഒന്നൊന്നായി കൃത്യതയോടെ പന്തിന് നേർക്കയച്ചു. ആഴങ്ങളിൽ നിന്നും പന്ത് വീണ്ടെടുത്തു. രാജകുമാരന്മാർ മരവിച്ചു നിന്നു. വാർത്ത ഭീഷ്മരുടെ ചെവിയിലെത്തി. ദ്രോണരെ ഉടൻ തന്നെ ഹസ്തിനപുരിയിൽ ഹാജരാക്കി. ആ നിമിഷം തന്നെ അദ്ദേഹത്തിന്റെ വിധി മാറി. കൗരവരുടെയും പാണ്ഡവരുടെയും രാജകീയ ഗുരുവായി.